കോയമ്പത്തൂരിലും വളരെ ശോകപൂർണമായ ഒരു സാഹചര്യമാണുള്ളത്. കടകളൊന്നും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഒരു ഹർത്താലിൻ്റെ പ്രതീതി ഇവിടെ എല്ലായിടത്തുമുണ്ട്. അതേപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളല്ലാത്ത മറ്റു വാഹനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ഇന്നലെ അർദ്ധരാത്രി ജയലളിതയുടെ മരണവാർത്ത എത്തിയതു മുതൽ വളരെ വൈകാരികമായാണ് ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് അണ്ണാ-DMK പ്രവർത്തകർ ഒരുക്കിയ ഒരു അനുസ്മരണ സദസ്സിലാണ്. ഇവിടെ നിരവധി സ്ത്രീകളും പുരുഷന്മാരും അമ്മയ്ക്കു വേണ്ടി അവസാന യാത്രാമൊഴി ചെല്ലാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ വളരെ വൈകാരികമായാണ് ഇവിടെ അവരുടെ അമ്മയെ ഓർക്കുന്നത്. അവരെല്ലാം തന്നെ കരഞ്ഞും കണ്ണീരൊഴുക്കിയും ആണ് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ അമ്മയെ എങ്ങനെ യാത്രാമൊഴി ചെല്ലും എന്നുള്ളതാണ് ഇവരുടെ ഒരു വിക്ഷോഭം. പല ആളുകളും മോഹലാസ്യപ്പെടുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ഏതായിരുന്നാലും ഇത്രയും സമയത്തിനുള്ളിൽ ഒരു അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസും അതേപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗവും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ പല ആളുകളും കരഞ്ഞ് മോഹലാസ്യപ്പെടുന്നു. അതേപോലെ തന്നെ പലരും ക്ഷീണിതരായി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഇത്രയും സമയത്തിനുള്ളിൽ മറ്റു അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോയമ്പത്തൂരിലും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ് പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരെ ഇതേ രൂപത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇത്രയും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.